എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ആരും ശല്യം ചെയ്യാറില്ല. തോട്ടങ്ങളിൽ, ഈന്തപ്പന തോട്ടങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ഒരു കിണറിന്റെ ഭാഗത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരെയും കടത്തിവിടാതെ പ്രവാചകൻ ഒരു കാവൽക്കാരനെ പോലെ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഈ സ്വഹാബിയാണ് പ്രവാചകൻ എപ്പോഴും കാവലായിട്ട് ആരും കടത്തിവിടാതിരിക്കുന്നത് പോലെ ഇരിക്കുന്ന സഹാബിയ. ആ സ്വഹാബി ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന തോട്ടത്തിന് കാവലായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ആ കവാടത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ വെളിയിൽ വന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആരാ പുറത്ത് നിൽക്കണമെന്ന് അറിയില്ല, പേര് പറഞ്ഞില്ല. ആരോ വീടിന്റെ വാതിൽ മുട്ടുന്നത് പോലെ ആരോ വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇഫ്തഹ്, അവിടെ നിന്ന് തുറക്കാൻ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരാണ് വരുന്നതെന്നറിയുമോ? ആരാണ് ആ കവാടം തുറക്ക? ആരാണ് കടന്നു വരുന്നത്? ആ മനുഷ്യനോട് പറയണം, വബശ്ശിറുഹു ഫിൽ ജന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആരാണോ കടന്നു വരുന്നത് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെ നിന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം. ആര് കടന്നു വരുന്നു ആ മനുഷ്യനോട് പറയണം, വബശ്ശിറുഹു ബിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചിന്തിച്ചു പോയി, ആരാ പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശി എന്ന പ്രവാചകന് പറഞ്ഞ മനുഷ്യനാരാണ്? അവിടെ നിന്ന് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളാണ് കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. മഹാനായ സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞ, അബൂബക്കർ തങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. കുറച്ച് സമയം കഴിഞ്ഞു, രണ്ടാമതും വാതിലിൽ ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു സ്വഹാബിയോട്, വബശ്ശിറൂ ബിൽ ജന്നാ, ആ വരുന്ന മനുഷ്യനോടും പറഞ്ഞു കൊടുക്കണം, സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയാറ് അള്ളാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഹാബി ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഉമറേ, നീ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. പടച്ചവനെ, അതാ കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും കവാടത്തിന്റെ മുന്നിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം രണ്ടുപേര് വന്നപ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് പറഞ്ഞത്. എങ്കിലും മൂന്നാമത്തെ മനുഷ്യനതാ വീടാ ആ തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, വബശ്ശിറുഹു ഫിൽ ജന്നാ അലാ ബൽബൻ തഖൂൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ആ വന്നിരിക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, എങ്കിലും ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത് മുത്തുനബി പറഞ്ഞത് ആദ്യം വന്ന രണ്ടുപേരോടും പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയാ. എങ്കിലും മൂന്നാമത് വന്ന വ്യക്തി ആരാണെന്നറിയില്ല. തുറക്കുന്നതിന് മുമ്പേ, വാതിൽ തുറക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും. സ്വർഗം വെറുതെ കിട്ടൂല, അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടൂല. എങ്കിലും വബശ്ശിറുഹും ബിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആ സ്വഹാബിയതാ വാതിൽ തുറക്കുമ്പോ ആരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങളായിരുന്നു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ആ മഹാനിന്റെ ചരിത്രം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ആ സഹാബിയുടെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പറഞ്ഞു, സ്വർഗ്ഗം വെറുതെ കിട്ടില്ല. ജീവിതത്തിൽ ഇത്തിരി പ്രയാസവും ഇത്തിരി ബുദ്ധിമുട്ടുകളും ഇത്തിരി കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും, എങ്കിലും നീ സ്വർഗത്തിലാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നാലാമനായിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമനായിട്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമനായിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, നാലാമനായിട്ട് അംഗത്വമെടുത്ത് കടന്നു വന്ന ആളാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എത്രാമതാ മുസ്ലിമായത്? എന്നപ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. 40-ാമതനായിട്ട്. അപ്പോൾ ഓർമ്മയുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ എല്ലാ ആയത്തിലും അള്ളാഹുടെ പേരുള്ള സൂറത്തേതാ? മുസമ്മിൽ ഉസ്താദിന് എല്ലാത്തിലും ഉണ്ടല്ലോ. ഏതായിരുന്നു? എന്തുവാണേനും പോയി കണ്ടുപിടിക്കുക, സമയങ്ങൾ ഒരുപാട് കിടപ്പുണ്ടല്ലോ. സഹാബിയുടെ പേരെന്തായിരുന്നു? ഖുർആനിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ സഹാബിയാര? ഒറ്റ സഹാബിയുടെ പേരെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അള്ളാഹ് പഠിക്ക്, നമുക്ക് ഇൻഷാ അള്ളാഹ് ബുധനാഴ്ച പഠിക്കുക ആരാണ് ആ സഹാബി എന്ന്. ആ സഹാബിയുടെ ചരിത്രം പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മലക്കുകൾ പോലും ലജ്ജിച്ച മനുഷ്യനാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. മലക്കുകൾ പോലും ലജ്ജിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മുസ്ലിം ആകുന്നതിന് മുമ്പും മുസ്ലിമിനായതിനു ശേഷവും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിരുന്നു ഭയങ്കര ലജ്ജയായിരുന്നു. ലജ്ജ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതല്ല. ഒരു പെൺകുട്ടികളെക്കാളും വല്ലാത്ത ലജ്ജയായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആലോചിക്ക്, ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബി. വാപ്പമാര് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, ഞാൻ മരിച്ചുപോയാൽ എന്നെ എവിടെ കബറടക്കണം? വാപ്പമാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, എന്നെ മരിച്ചിട്ട് കബറടക്കുമ്പോ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിച്ചെടി നടണം, മുന്തിരിയുടെ ചെടി നടണം. എന്തെന്നറിയോ? അതിന്റെ വേരുകൾ ഇങ്ങനെ കബറിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ എന്റെ ശരീരത്തിലേക്ക് ആ വേരുകൾ ചേരുമല്ലോ. അപ്പൊ ആ ഒരു മുന്തിരിക്കള്ളു കുടിച്ച് ശീലമുള്ളത് കൊണ്ട് അതിന്റെ ഒരു അംശം എന്റെ ശരീരത്തിലേക്ക് ചേരുമല്ലോ, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറടക്കുന്ന സമയത്ത് എന്റെ കബറിന്റെ മുകളിൽ മുന്തിരിച്ചെടി നടണേ എന്ന് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, കള്ളിനും പെണ്ണിനും വേണ്ടി ഡാർക്ക് ഏജ് എന്ന് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വല്ലാത്ത ചരിത്രമാണ്. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. ഒരു ദൈവത്തിന്റെ മുന്നിലും മഹാനായ ഉസ്മാൻ തങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തന്റെ ശരീരം പടച്ചവനെ 4-ാമനായിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസാഫഹത്ത് ചെയ്തു. ആ മുസാഫഹത്ത് ചെയ്തതിന് ശേഷം മരിക്കുന്ന കാലം വരെ ആ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ കയ്യിലൊന്ന് തൊട്ടതിന്റെ പേരിൽ പിന്നെ ആ കൈ കൊണ്ട് സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല എന്ന് ചരിത്രം പറയുകയാ. പടച്ചവനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒറ്റയ്ക്കാകട്ടെ ഉറക്കത്തിലാകട്ടെ മഹാനവറുകളുടെ ഔറത്ത് ഒരിക്കലും വെളിവാക്കില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും തന്റെ കൈ കൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലായിരുന്നു എന്ന് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും മഹാനവറുകൾ തന്റെ ഔറത്ത് വെളിവാക്കില്ലായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പോലും അത് കുളിക്കുന്ന സമയമാകട്ടെ എപ്പാവട്ടെ. നമ്മളോ കുളിപ്പരയെ പോകണം, ക്യാമറ വെക്കണം, അപ്പൊ അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന എന്താ?